മേക്ക് മണി, സേവ് മണി ആൻഡ് ഇൻവെസ്റ്റ് മണി. രാവിലത്തെ ചോദ്യം മുഴുവൻ ഇതായിരുന്നല്ലോ, സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും പൈസ എവിടാ സാറേ? എൻ്റെ കയ്യിലും ഇല്ലടോ. നോർമൽ പ്രോഫിറ്റിലില്ല, എക്സ്ട്രാ പ്രോഫിറ്റ് കണ്ടെത്തിയതാണ്. എക്സ്ട്രാ പ്രോഫിറ്റ് കണ്ടെത്തിയതാണെന്നേ. സോ ഫ്രം ടുഡേ യു ഹാവ് ടു തിങ്ക് അബൌട്ട് വെൽത്ത്. വെൽത്തിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങണം, നോട്ട് ഇൻകം. വരുമാനത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് പുതിയ പ്രോഡക്റ്റ് ഏതാ, പുതിയ സർവീസ് ഏതാ, കസ്റ്റമർക്ക് അടുത്ത പ്രശ്നം എന്തുവാ, ഇനി എന്തോ എടുക്കാൻ പറ്റും, ഇനി ഏതാ കൊടുക്കാൻ പറ്റുന്ന, കോമ്പറ്റീറ്റർ ഏത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചിന്തിക്കുന്ന എപ്പോഴാണ്? വെൻ യു ആർ തിങ്കിങ് അബൌട്ട് ഇൻകം. വെൻ യു തിങ്ക് അബൌട്ട് വെൽത്ത് യു വിൽ സ്റ്റാർട്ട് ഒപ്റ്റിമൈസിങ് യുവർ കറന്റ് ബിസിനസ്. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇൻകം ഈസ് നോട്ട് വെൽത്ത്. ഇൻകം ഈസ് നോട്ട് വെൽത്ത്. വരുമാനം സമ്പത്തല്ല. വരുമാനം ഇന്നുണ്ട് എന്നതിൻ്റെ അർത്ഥം ഞാൻ സമ്പന്നനാണ് എന്നല്ല. ഇഫ് യു ഡോണ്ട് ഇൻവെസ്റ്റ് യുവർ മണി, ഇറ്റ് ഈസ് നോട്ട് യുവർ മണി. ഇഫ് യു ഡോണ്ട് ഇൻവെസ്റ്റ് യുവർ മണി, ഇറ്റ് ഈസ് നോട്ട് യുവർ മണി. നിന്റെ കയ്യിൽ വരുന്ന പൈസ നീ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് നിന്റെ പൈസയല്ല. കാരണം എന്താ? അത് നാച്ചുറലായിട്ട് നീ ചിലവാക്കും. ഇഫ് യു ഡോണ്ട് ഇൻവെസ്റ്റ് യുവർ മണി, ഇറ്റ് ഈസ് നോട്ട് യുവർ മണി. ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരു പൈസയും നിങ്ങളുടെ പൈസയല്ല. കാരണം നിങ്ങൾ ചെലവഴിക്കാൻ ഒരു മാർഗം കണ്ടെത്തും. സോ ബിസിനസ്സിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇസ് ടു മേക്ക് മണി. കാശുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ജോലി അവസാനിച്ചില്ല. അത് സേവ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് എൻ്റെ ഫസ്റ്റ് പാർട്ട് തീരുന്നത്. അപ്പോൾ ആരാണ്ട് ചോദിച്ചു എന്ന് പറയുന്നത് കേട്ടു, ഇത് എന്ന് നമുക്ക് ബിസിനസ്സിൽ നിന്ന് റിട്ടയർ ചെയ്യാമെന്ന്. ഈ കാശുണ്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടി, നീ ചത്ത് കഴിഞ്ഞാലും ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ മരിച്ചാലും നമ്മൾക്ക് വേണ്ടി വെൽത്ത് ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ദർ ഈസ് നോ റിട്ടയർമെൻറ്റ് ഫോർ മേക്കിംഗ് വെൽത്ത്. ഇൻകം ഉണ്ടാക്കുന്നതിന് നമുക്ക് റിട്ടയർമെൻറ്റ് ഡേറ്റ് വെക്കാം, പക്ഷേ വെൽത്ത്, സമ്പത്തുണ്ടാക്കുന്നതിന് ദർ ഈസ് നോ റിട്ടയർമെൻറ്റ് ഡേറ്റ്. നിങ്ങളിൽ പലരും ആരൊക്കെ ഇപ്പോൾ കാശുണ്ടാക്കുന്നവർ, മേക്കിംഗ് മണി? ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോണം. യു ആർ മേക്കിംഗ് മണി, റൈറ്റ്? കാശുണ്ടാക്കുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് 1/3 ഓഫ് യുവർ ജോബ്. സ്റ്റാർട്ട് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്. ഇപ്പം എന്തായി? 2/3 3/2 ജോലി കഴിഞ്ഞു. 3/3 എപ്പോഴാകുന്നത്? സ്പെൻഡിങ് മണി. മേക്കിംഗ് മണി, സേവിങ് ആൻഡ് ഇൻവെസ്റ്റിംഗ് മണി, സ്പെൻഡിങ് മണി. ശ്രദ്ധിച്ച് കേട്ടോ, മേക്കിംഗ് മണി ആരൊക്കെ ചെയ്യുന്നുണ്ട്? അടുത്ത നിങ്ങളുടെ ജോലി സേവിങ് ആൻഡ് ഇൻവെസ്റ്റിംഗ് മണി. ആർക്കൊക്കെ ഉണ്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്? കൈവക്കിക്കേ. യെസ്. ഇനി നിങ്ങളുടെ ജോലി ഈ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന പൈസ സ്പെൻഡ് ചെയ്യുന്നിടത്താണ്. വിച്ച് മീൻസ് ദ മണി യു മേക്ക് ഈസ് നോട്ട് സപ്പോസ് ടു ബി സ്പെൻഡ്. നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്ന കാശുണ്ടല്ലോ, അത് സ്പെൻഡ് ചെയ്യാനുള്ളതല്ല. ആ ഒരു ചിന്ത കൊണ്ടാണ് നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്നത് മുഴുവൻ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചിലവാക്കാനുള്ള പൈസ അല്ല നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്നത്, അത് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതുമാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര പേർക്ക് ഇപ്പോൾ കാറ് കാണും? എത്ര പേർക്ക് വീട് കാണും? എത്ര പേർക്ക് കറങ്ങുന്ന കസേര, AC റൂമും കാണും? ഒപ്റ്റിമൈസ് ചെയ്യുന്ന സമയത്ത് അത് ആവശ്യമാണെങ്കിൽ ഷുവർ, ഇല്ലെങ്കിൽ ഡോണ്ട് ഡു ദാറ്റ്. ഓഫീസിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. കാരണം എൻ്റെ ജോലി തുടക്കം കാശുണ്ടാക്കുക എന്നുള്ളത്, സ്പെൻഡ് ചെയ്യുക എന്നുള്ളതല്ല. പണ്ടെൻ്റെ 8 ബിസിനസ് എന്താ പൊളിഞ്ഞ്? മേക്കിംഗ് മണി, സ്പെൻഡിങ് മണി, മേക്കിംഗ് മണി, സ്പെൻഡിങ് മണി. ആഹാ, അടിപൊളി. ഇപ്പോഴാണ് പഠിച്ചത് മേക്കിംഗ് മണി. ആ മേക്ക് ചെയ്യുന്ന മണി എന്തിനുള്ളതാ? ടു സേവ് ആൻഡ് ഇൻവെസ്റ്റ്. അതിൽ നിന്ന് കിട്ടുന്ന പൈസ വേണം സ്പെൻഡ് ചെയ്യാൻ. ഇതിൻ്റെ പേരാണ് മണി സർക്കുലേഷൻ. ഇങ്ങനെ വേണം മണി സർക്കുലേറ്റ് ചെയ്യാൻ.